നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു, സാറേ നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മളെ റൈറ്റ്, എനിക്ക് ഒരുവിധം നമ്മൾ റൈറ്റ് സൈഡ് ഇരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ വഴി കൂടെ വണ്ടി പോകുന്നതാണ്. ആ ചെറിയ വഴി കൂടെ പോകുമ്പോൾ ലെഫ്റ്റും റൈറ്റും എങ്ങനെ വരുന്നുണ്ട് കൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ തരാം. അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. യു ജസ്റ്റ് വാച്ച് ഇറ്റ്. ഇതിപ്പോൾ ഒരു ഇടവഴി കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിനേക്കാളും ഒരു ചെറിയ വഴിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് തോന്നുന്നു. ഏയ് സ്റ്റോപ്പ്. ഓക്കെ, ഈ വഴി കൂടെ നമുക്ക് പോയി നോക്കിയാലോ? ഓക്കെ, ആദ്യം നമുക്ക് വണ്ടി റിവേഴ്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ വഴി കൂടെ അതിനകത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ വഴിയിൽ കൂടെ പോകുന്നു. ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ രണ്ട് സൈഡും ഗ്യാപ്പ് വളരെ കുറവ് തന്നെയാണ്. ഇത് നമ്മൾ എപ്പോഴും ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും കറക്റ്റാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ റൈറ്റ് മിറർ ഒന്ന് നോക്കൂ. കണ്ടോ? ഇനി ലെഫ്റ്റ് മിറർ ഒന്ന് നോക്കൂ. ഈ രണ്ട് സൈഡും ഒരേപോലെയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോകണം. വേണ്ട, ഇപ്പോൾ നമ്മൾക്ക് ഈ നമ്മളെ ലെഫ്റ്റ് മിറർ നമ്മൾ കറക്റ്റ്, നമ്മൾക്ക് റൈറ്റ് നമ്മൾക്ക് എങ്ങനെയാണെങ്കിൽ നമ്മളെ റൈറ്റ് സൈഡ് നമ്മൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ലെഫ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലെഫ്റ്റിനാണ് നമ്മൾ ഇനി കൂടുതൽ ഇനി നോക്കോ, ഇതൊരു വളവാണ്. നമ്മൾ ലെഫ്റ്റിലേക്കാണ് തിരിയാൻ ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ കോർണറിൽ വന്ന് നമ്മൾ ഏകദേശം എങ്ങോട്ടാണ് തിരിയേണ്ടത് അത് ഡ്രൈവറുടെ നേരെയാണ്. ആ കോർണർ ഇപ്പോൾ ഈ കോർണർ ഡ്രൈവറുടെ നേരെ വന്നു. കണ്ട, ഈ കോർണർ, ഈ മതിലിൻ്റെ കോർണർ ഡ്രൈവറുടെ നേരെ വന്നു. ഇപ്പോൾ ഇതിൽ നമ്മളെ പുറകുവശം കാണുന്നുള്ളൂ. ഈ എങ്ങോട്ടാണ് നമ്മൾ തിരിയാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തെ കോർണർ ഡ്രൈവറുടെ നേരെ എത്തിയ ശേഷം മാത്രമേ ലെഫ്റ്റ് ഓടിക്കാൻ പാടൂ. ലെഫ്റ്റ് ഓടിക്കാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഡ്രൈവറുടെ ആ ഭാഗം ഡ്രൈവറുടെ നേരെ ആ കോർണർ വന്ന ശേഷം ലെഫ്റ്റ് ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം നമ്മൾ ഈ ഫ്രണ്ട് വീൽ എവിടെ നിൽക്കണം നോക്കൂ. ഈ ഫ്രണ്ട് വീല് തിരിയുന്ന ഭാഗത്തല്ല ബാക്ക് വീല് നിൽക്കുന്നത്. കണ്ടോ, ഫ്രണ്ട് വീലും ബാക്ക് വീലും ഏകദേശം ഒരു 1-1.5 അടി ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒരു ടേണിങ്ങിൽ വണ്ടി ലെഫ്റ്റ് തിരിക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് കുറച്ച് കയറ്റി തന്നെ എടുക്കണം. കുറച്ച് മുന്നോട്ട് കയറ്റി വെക്കാതെ നമ്മൾ ലെഫ്റ്റ് തിരിച്ചുവെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഭാഗം കടക്കും, ഈ ബാക്ക് ഭാഗം ഇപ്പുറത്തെ ചുമരിൽ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കയറ്റി എടുത്തിട്ട് വേണം ഇങ്ങോട്ട് തിരിക്കാൻ പറയുന്നത്. എന്തുകൊണ്ട് കയറ്റി എടുക്കുമ്പോൾ നമ്മൾ ഏതാണ് കോർണർ, നമ്മൾ തിരിയേണ്ട ആ കോർണർ ഡ്രൈവറുടെ നേരെ വന്ന ശേഷമാണ് നിങ്ങൾ ഫുൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇതുവരെ ഞാൻ ചെയ്തതിൽ ശരിയായിട്ടുള്ളൂ. പിന്നെ വളരെ ഒരു 10% മാത്രമേ അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഗ്യാപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റാത്തതുള്ളൂ കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് കയറ്റി എടുത്തതുകൊണ്ട് ബാക്കിൽ അവിടെ സ്പേസ് വന്നു. മുന്നോട്ട് കയറ്റാതെയാണ് എടുക്കുന്നതെങ്കിൽ ബാക്കിൽ ആ സ്പേസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നു, വണ്ടി ഇങ്ങനെ പോകുന്നു. ഈ വണ്ടി നമ്മളിപ്പോൾ റൈറ്റ് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇതും അതേപോലെ തന്നെ ഡ്രൈവറുടെ നേരെ നമ്മൾ വന്ന ശേഷം കണ്ട, നമ്മൾ ഡ്രൈവർ വന്ന ശേഷം ഇതിനങ്ങനെ
റൈറ്റ് ഓടിക്കുമ്പോൾ നമ്മൾ അപ്പോൾ ഈ ടൈമിൽ നമ്മൾക്ക് റൈറ്റ് മുട്ടുമോ മുട്ടില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കണ്ട അവിടെ മതിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. നമ്മൾ മുൻഭാഗം ഇത്ര നീളേ ഉള്ളൂ, അവിടെ തിരിയാൻ പറ്റുന്ന 100% നമ്മൾക്കൊരു ഉറപ്പുണ്ടാവും. ആ ഉറപ്പില്ലാതെ ഒരിക്കലും കയറ്റി എടുക്കരുത്. സംശയം ഉണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. കണ്ട ഇപ്പോൾ അവിടെ എത്ര നല്ല ഗ്യാപ്പുണ്ട്. നമുക്ക് അവിടെ നോക്കുമ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ തോന്നി, പക്ഷേ നല്ല ഗ്യാപ്പുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി ആക്കിയിട്ട് ഇങ്ങനെ ഈ ചെറിയ വഴി കൂടെ പോകുമ്പോൾ വണ്ടി സെൻറ്ററിൽ കൂടെ തന്നെ വരണം കേട്ടോ. അതാണ് അതിൻ്റേതായ ശരിയായിട്ടുള്ള കാര്യം. അതാണ് മിക്കവാറും നമ്മളുടെ സംശയം. നമ്മൾ ലെഫ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, റൈറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ലെഫ്റ്റാണ് മനസ്സിലാക്കാനൊരു പ്രശ്നം. അത് നോക്കിക്കോളൂ, സൈഡ് മിറർ നോക്കിക്കോളൂ. കണ്ട ഇതിൽ കൂടെ നോക്കിയിട്ട് നമ്മൾ കടന്നു പോകുന്ന അതാ നമ്മളെ മുൻവശം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് മിററിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ എത്ര ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഒരു പൊസിഷൻ ഇങ്ങോട്ടും മാറി വരുമ്പോൾ നമ്മൾക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് വർക്കിംഗ് എക്സ്പീരിയൻസിൽ കൂടെ മാത്രമേ നമ്മൾക്ക് അത് ഏകദേശം ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിൽ എന്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കുക. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ സ്വന്തം മൊബൈലിലാണ് ഈ ചിത്രീകരണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് ഭവിഷ്യത്തും എന്നെ അറിയിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഐ ആം സൈനിങ് ഓഫ്.